അസ്സലാമു അലൈക്കും. അബ്ദുൽ ഹാസനോടാണ്. സഹോദരന്മാരെ, നമ്മുടെ ഈ സമുദായത്തിനെ സേവിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് പണ്ഡിതന്മാരൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിന് ഒരുപാട് കഷ്ടപ്പെടുന്നത് നമ്മുടെ പ്രവാസികളായ ഒരുപാട് മുസ്ലിം സഹോദരന്മാർ കഷ്ടപ്പെട്ട് കാശൊക്കെ കൊടുത്ത് കോളേജ് പിന്നെ മറ്റ് മതസ്ഥാപനങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുന്നു, നമ്മളെ സമുദായത്തെ നിയന്ത്രിക്കാനും നല്ല വഴിയിലേക്ക് നയിക്കാനും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കാണുന്നത് ഒരുപാട് പണ്ഡിതന്മാർ സമുദായത്തിനെ നേർവഴിയിലേക്ക് വിളിക്കുമ്പോൾ മറ്റ് കുറേ ആളുകൾ ശിർക്കിലേക്ക് ക്ഷണിക്കുന്നു. ഒരു വലിയ തലയെക്കെട്ടൊക്കെ കെട്ടി കുറച്ച് ഹദീസൊക്കെ ഊതി സമുദായത്തിൻ്റെ വിശ്വാസത്തിലെടുത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ പോലെ ഒരുപാട് പണ്ഡിതന്മാർ പിഴച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ ലാസ്റ്റ് ഘട്ടത്തിൽ ഈ ദീനിനെ വിറ്റിട്ട് ജീവിതമാർഗമാക്കുന്ന കാലഘട്ടം വരും എന്നൊക്കെ. അവിടെ എത്തിപ്പോയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു നമ്മളെല്ലാം ഈമാനുള്ള രക്ഷപ്പെടുത്തിട്ടെന്ന് പറയാം. ഇപ്പം ഞാനിത് പറയുന്നതിൻ്റെ കാരണം വെച്ചെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് മതപരമായിട്ട് പഠിക്കാൻ വേണ്ടി അയാൾ മതപ്രസംഗം പറയുന്ന ഉസ്താദന്മാർ വളരെ ചുരുക്കമാണ്. ഒരു ഉസ്താദിൻ്റെ വയൽ കുറച്ച് നമുക്കൊന്ന് കേൾക്കാം. അള്ളാഹു താലക്ക് ഭയന്ന് ജീവിക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കുന്നത്. ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു കാലം വരാനുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, തബാറക എല്ലാ ദിവസവും പതിവാക്കുന്ന മനുഷ്യന് ഖബറിൽ അദാബ് ഉണ്ടാവില്ല. ഷഫീഉനാ റസൂലുള്ളാഹി. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. തബാറക ദിവസവും പതിവാക്കിയ ഖബറിൽ ചോദ്യം ഉണ്ടാവില്ല, ഖബറിൽ ശിക്ഷയില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കൂടി യുദ്ധം കഴിഞ്ഞ് വരുമ്പോ വഴിയിൽ ടെന്റ് കെട്ടി വിശ്രമിച്ചു. അങ്ങനെ വിശ്രമിക്കുമ്പോ ഒരു സ്വഹാബി പാതിരാ സമയം അങ്ങനെ ഉറങ്ങുക. അപ്പൊ ഇടക്കൊന്ന് വണന്ന് നോക്കുമ്പോ എവിടുന്നോ തബാറക സൂറത്ത് ഓതുന്ന ശബ്ദം. എങ്ങനെ എഴുന്നേറ്റ് നോക്കി, റബ്ബേ എവിടുന്ന് ആരാ തബാറക ഓതുന്നത്? ഒരു പുറത്തില്ല. നോക്കുമ്പോ അദ്ദേഹം ആ സ്വഹാബി കിടക്കാൻ വേണ്ടി വിരിച്ച വിരിപ്പിന്റെ അടിയിൽ നിന്നാണ് തബാറക കേൾക്കുന്നത്. നോക്കുമ്പോ ഇതൊരു ഖബറാണ്. അദ്ദേഹം അറിയാതെ വിരിച്ചു കിടന്നതാ. ഉടനെ ഇയാള് വിരിപ്പ് മടക്കി വെച്ചിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് ചെല്ലുകയാ. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്ന, നബിയേ, ഞാൻ വിശ്രമിച്ചതൊരു ഖബറിന്റെ മുകളിലാണ്, അറിയാതെ ടെന്റ് കെട്ടിയതാണ്. പക്ഷേ വിഷയം അതല്ല, ഞാൻ അതിന്റെ ഉള്ളിൽ നിന്ന് തബാറക കേട്ടു നബിയേ. ലോകത്തിന്റെ നേതാവിന്റെ മറുപടി, യുവാക്കളെ കേട്ടോ, രക്ഷിതാക്കളെ ശ്രദ്ധിച്ചോ, ഉമ്മമാരെ. അള്ളാന്റെ റസൂലിന്റെ മറുപടി, അതേ, ഹുവൽ മുൻജിയ, അതെ, ഖബർ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണ് തബാറക ഓതുന്ന മനുഷ്യന്റെ സൗഭാഗ്യം നോക്കും. ഉമ്മമാരെ, രക്ഷിതാക്കളെ, ഞാൻ പറയുന്നത് നാവ് കൊണ്ട് ചൊല്ലി പറയാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ദിക്റുകളും സ്വലാത്തുകളും വിശുദ്ധമായ ഖുർആനും കഴിവിന്റെ പരമാവധി പാരായണം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ യുവാക്കളെ, രക്ഷിതാക്കളെ, എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ നാം ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃതം അതാണ്. റബ്ബിന്റെ കാവലുണ്ടാകാൻ, അള്ളാഹുവിന്റെ സഹായമുണ്ടാകാൻ, ഈമാനോടെ മരിക്കാൻ നാം കാത്തു സൂക്ഷിക്കേണ്ട രണ്ട് കാര്യം. ഒന്ന്, ജീവിതത്തിൽ അദബുണ്ടാവുക, അച്ചടക്കമുള്ള ജീവിതം നയിക്കുക. രണ്ട്, അള്ളാഹുവിനിക്ക് കഴിയുന്നത്ര നാവ് കൊണ്ട് ചൊല്ലി പറയുന്ന കർമ്മങ്ങളിൽ വ്യാപൃതരാവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നാമതായി, നമ്മുടെ ജീവിതത്തിൽ ചൊല്ലിപ്പറയൽ മാത്രം പോരാ. ആദ്യം നമ്മളെ ജീവിതത്തിൽ അച്ചടക്കവും അദബും വേണം. അതില്ലാതെ കുറെ ചൊല്ലിയിട്ട് എന്താ കാര്യം? ഇപ്പൊ ഖുർആൻ ഓതൽ പുണ്യമുള്ള കർമ്മം. ഖുർആൻ ഓതൽ പുണ്യമുള്ള കർമ്മം. ഒരാൾ ഖുർആൻ ഓതുകയാണ്. എങ്ങനെ ഖുർആൻ ഓതണത്? 5-6 ഖുർആൻ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മേലെ കാൽമക്കേലും കെറ്റിച്ചിരുന്ന മൂപ്പര് ഖുർആൻ ഓതണം. ആ ഖുർആൻ ഓതണം എന്ത് കാര്യം? കാരണം ഖുർആൻ ഓതൽ സുന്നത്ത, ഖുർആനെ ബഹുമാനിക്കൽ വാജിബാണ്. ഖുർആനെ ബഹുമാനിക്കൽ നിർബന്ധമാണ്. ഖുർആൻ ഓതൽ സുന്നത്ത. വലിയ ഖുർആന്റെ ആളാ, പെരിയിൽ ഖുർആനൊക്കെ എവിടെയോ ഒരു മൂലക്കെട്ടതാ. അവനിക്ക് എന്ത് ഖുർആനാ? അവൻ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ ശപിക്കും. അപ്പൊ അതിന്റെ ഇടക്ക് ആരോ കണ്ടു, ഈ മറ്റേ കച്ചറകളൊക്കെ വിൽക്കുന്നിടത്തുനിന്ന് മുസഹഫ് വാരിക്കൊണ്ടുവരികയാണ്. ആക്രിക്കടി കൊണ്ടുപോയി വിറ്റിരിക്കുന്നു വിശുദ്ധ ഖുർആൻ. ആക്രിക്കടി കൊണ്ടുപോയി ഖുർആന്റെ കഷ്ണങ്ങൾ മുസ്ലിമീങ്ങൾ വിറ്റക്കാണ്. ആ വിറ്റ മുസ്ലിമീങ്ങളുടെ ആഖിറത്തിന്റെ അവസ്ഥ എന്താ? ഓനൊക്കെ വലിയ തറവാട്ടുകാരനായിട്ട് എന്താ കാര്യം?
നേരെ മറിച്ച് നമ്മൾ ആദരിക്കേണ്ടത് അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനെ നമ്മൾ ബഹുമാനിക്കണം. ബഹുമാനിക്കേണ്ട വസ്തുക്കളോടുള്ള ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് അച്ചടക്കവും നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകൾക്കാണ് യജമാനനായ അല്ലാഹു കൂലി തരുക. കണ്ടില്ലേ, ഇതുപോലുള്ള വയലൊന്നും നമ്മൾ ഇന്ന കാലത്തൊന്നും ഇപ്പോൾ കേൾക്കാറില്ല. കാരണം വെച്ചെങ്കിൽ ഇപ്പോഴും വേറും ഉള്ളതെന്ന് വെച്ചാൽ കാര്യം ഈ CM മടവൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് CM മടവൂറാണ് ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്ന വലിയ ആള്. CM മടവൂറാണ് എല്ലാം എന്നുള്ളതിലേക്ക് ജനങ്ങളെത്തിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാർ. അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഒരുപാട് പണ്ഡിതന്മാരുടെ അവസ്ഥയിൽ നിന്നെത്തുന്നത് അവരെന്താന്ന് പറയുന്നത് അതൊന്നും നമുക്ക് കാണാം. ഈ കറാമത്തൊന്നും പറയണ്ട, ഇത് നിർത്തിവെച്ച് പൂട്ടിപ്പൊക്കോണമെന്ന് പറഞ്ഞാൽ പോകൂല. ഇത് CM വലിയുല്ലാഹിയെ, ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലം CM വലിയുല്ലാഹിയെ പരിചയപ്പെടുത്താൻ നല്ല നീയത്തോടുകൂടി മടവൂരിന്ന് നല്ല നീയത്തോടുകൂടി തുടങ്ങിയ പരിപാടിയാണ്. CM വലിയുല്ലാഹി ആദരിച്ച ബഹുമാനിച്ച അവിടുത്തെ വലിയ മഹത്വമുള്ള വീട്ടിൽ നിന്ന് തുടങ്ങിയ പരിപാടിയാണ്. അതുകൊണ്ട് ഈ പരിപാടി നിർത്തിവെക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചുമ്മാതെയാണ്. മടവൂർ കാഫില നിർത്തില്ല, അത് മുന്നോട്ട് തന്നെ പോകും, ഇസ്സത്തോടെ പോകും. എന്നെക്കുറിച്ച് എന്ത് ആരോപണങ്ങൾ ഇവിടെ പറഞ്ഞോ, എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും ഇവിടെ താറടിച്ചു വെപ്പിച്ചോ, ആളുകളുടെ മുന്നിൽ എന്നെ ഒറ്റപ്പെടുത്തിക്കോ, എനിക്കൊരു പ്രയാസവുമില്ല, എനിക്കൊരു വിഷമവുമില്ല. ഞാൻ ഒരു ചെവിയിൽ കൂടെ കേട്ട് ഒരു ചെവിയിൽ കൂടെ കളയും. പക്ഷേ ഞാൻ ചെയ്യുന്നത് ഹക്കാണ്, ഹക്കാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ചെയ്യുന്നത് ഹക്കായ കാര്യങ്ങളാ. ഇല്ലാത്തത് ഇവിടെ പ്രചരിപ്പിച്ചിട്ടില്ല, ഇല്ലാത്തത് ജനങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞിട്ടില്ല. എന്ത് വിഷമം വന്നാലും എന്ത് പ്രയാസം വന്നാലും അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ എല്ലാവരും കൈവടിഞ്ഞു, ഇനി എനിക്കൊരു രക്ഷയില്ല റബ്ബേ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയാൽ നിങ്ങൾ തളരരുത്. ഉടനെ ഓതണം ഫാത്തിഹ മഹാനായ ശൈഖുനയുടെ ഹളറത്തിലേക്ക്, CM വലിയുല്ലാഹിയുടെ തങ്ങളുടെ ഹളറത്തിലേക്ക് മനസ്സറിഞ്ഞ് ഫാത്തിഹ ഓതിയാൽ അവിടുന്ന് മഹാനവറുകൾ പെട്ടെന്ന് നമുക്ക് ഇജാബത്ത് തരും. അള്ളാഹു വലിയ കഴിവ് നൽകിയ മഹാനുഭാവനാണ് CM വലിയുല്ലാഹി. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും സഞ്ചരിച്ച് മഹാനായ ഷെയ്ഖ് CM വലിയുള്ളാഹിയുടെ കറാമത്തുകൾ അന്വേഷിക്കുമ്പോൾ ഇന്നും ആയിരങ്ങൾ വിളിച്ചു പറയും. മിനിഞ്ഞാന്ന് ഞാൻ ഞങ്ങളുടെ നാടിന്റെ അടുത്ത് തയ്യാല എന്ന പ്രദേശത്ത് ചെന്നു. അപ്പൊ CM വലിയുള്ളാഹിയുടെ കറാമത്ത് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു സ്ത്രീ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ കറാമത്ത് അനുഭവിച്ച ആളാണ്. അതെന്താ അനുഭവിച്ചത്? എനിക്ക് വയറിന് അസുഖമുണ്ടായി, ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാര് നിർബന്ധിപ്പിച്ചു. മഹാനായ ഷെയ്ഖ് CM വലിയുള്ളാഹിയെ ചെന്ന് കണ്ടു. അവിടുന്ന് പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട, സുഖമായിക്കൊള്ളും. ഇത് എത്ര ആളുകളായി പറയണത്? നമ്മൾ 1, 2, 100, 10,000 അല്ല. എത്ര കറാമത്താണെന്നറിയൂ. അക്കാലത്ത് ജീവിച്ച ഒരു ഖാദിയോട് പറഞ്ഞത്, ഞാൻ ആദ്യം മരിച്ചാൽ നിങ്ങൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണം, നിങ്ങൾ ആദ്യം മരിച്ചാൽ ഞാനും കുളിപ്പിക്കാം. ശൈഖ് അവറുകൾ പറഞ്ഞതാ. EK ഉസ്താദ് എഴുതിയ മൗലിദിൽ കാണാം ആ സംഭവം. ആദ്യം മരിച്ചത് ശൈഖ് അവറുകൾ. ശൈഖ് അവറുകൾ വഫാത്തായി കുളിപ്പിക്കാൻ ഖാദിയാര് വന്നു. കുളിപ്പിക്കുന്നതിന്റെ ഇടയിൽ കണ്ണു തുറന്നു നോക്കി. കണ്ണു തുറന്നിങ്ങൾ നോക്കുമ്പോ ഖാദി പറഞ്ഞു, ഞാൻ തന്നെയാണ് കുളിപ്പിക്കുന്നത്, അവിടെ കിടന്നോളൂ, പേടിക്കണ്ട, കരാർ അങ്ങനെ തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ ഖുത്ബുൽ ആലം എന്ന് വെറുതെ അങ്ങ് പറയല്ല, ഭയങ്കര കൃപയാണ് മനസ്സിൽ. ഇപ്പോഴും അങ്ങനെ തന്നെ. എത്ര അകന്നാലും എന്തെങ്കിലും സങ്കടം ഉണ്ടായിക്കാണ്ട് അങ്ങ് ബന്ധപ്പെട്ട ഇപ്പൊ ഫലം ഉണ്ടാവും. CM വലിയുള്ളാഹിന്റെ സ്വഭാവം ഭയങ്കര കൃപയാണ്, റഹ്മത്ത്. ആ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ആ സ്വഭാവം CM വലിയുള്ളാഹിന്റെ ജീവിതത്തിൽ നമുക്ക് എത്രയോ കാണും. നമ്മൾ എന്തൊരു വിഷമിച്ചുകൊണ്ട് ബന്ധപ്പെട്ട അപ്പ അതിന് ഫലം ഉണ്ടാവും, ഉടനെ ഫലം ഉണ്ടാവും. CM വലിയുള്ളാഹ് എന്ന് പറഞ്ഞാൽ മതി, അവിടെ അതിന് ഫലം. കണ്ടില്ലേ, ഇവരെ പണി ഇതാണ്. നമ്മളെ ശിർക്കിലേക്ക് നയിക്കുക, അല്ലെങ്കിൽ ഈ ഉള്ളു വിശ്വാസത്തിൻ്റെ മുകളിൽ കൂട്ടി പറഞ്ഞിട്ട് എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളെ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിപ്പിക്കുക, ഇസ്ലാമിൽ നിന്ന് തെറ്റിക്കുക, ശിർക്കിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു നിലപാടിലാണ് ഇവരൊക്കെ പോകുന്നത്. ഇവർക്ക് എന്താന്ന് പറയാനുള്ളത്? ഒരു ഇടയിൽ അള്ളാഹു തആലയുടെ ഒരു കാര്യം കൂട്ടാൻ പോലും, അല്ലെങ്കിൽ അള്ളാഹു തആല അനുഗ്രഹിച്ചാൽ എന്ന് പറയാൻ പോലും ഇവർക്ക് സമയമില്ല. വെറും CM മടവൂറാണ്. അപ്പോൾ ഖുത്ബുൽ ആലം, മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ ലോകകൂടി നിയന്ത്രിക്കുന്ന ആളാണ്. എന്നാൽ ഇപ്പം സഹോദരന്മാർ, ഇപ്പം അടുത്ത് തന്നെ നമ്മളെ കോഴിക്കോടിൻ്റെ അടുത്താണ് വയനാട്. ഈ ലോകമൊക്കെ നിയന്ത്രിക്കുന്ന മറിഞ്ഞൊക്കെ കാണുന്ന അറിയുന്ന ആയ ഈ CM മടവൂരിന്ന്
ഈ വയനാട്ടിൽ വരുന്ന ഒരു ഇത്രയും വലിയൊരു ദുരന്തം എന്തുകൊണ്ട് ഈ സി എം കൂടെ അറിഞ്ഞില്ല എന്ന് ഈ സമയത്ത് നമ്മൾ ചോദിച്ചു. ഞാൻ പരീക്ഷിക്കാൻ പറയുന്നതല്ല. അപ്പം അല്ലാഹു തആല എന്താണ് ചെയ്യുന്നത് അതൊന്നും ആർക്കും അറിയാൻ പറ്റില്ല, ആർക്കും അത് അല്ലാഹു തആല അനുവാദം കൊടുക്കൂല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ ഇവർ പറഞ്ഞു പോകുന്നത് കുത്തുബുല്ലാലം മുദബ്ബിറുല്ലാലം അല്ലാഹു തആലയുടെ സർവ്വ കഴിവുകളും ആർക്കുണ്ട്? സി എമ്മിടെ കൂടെയുണ്ട്. അവരവരെ ഈമാൻ അവരവർ രക്ഷിച്ചുകൊള്ളുക, അള്ളാഹുത്തിലേക്ക് മടങ്ങിക്കൊള്ളുക, ദീനുമായി ബന്ധപ്പെട്ട് നീക്കൊള്ളുക, വിശ്വസിക്കേണ്ടവർ വിശ്വസിക്കുക, തള്ളിക്കളഞ്ഞില്ല എങ്കിൽ നരകം നമ്മൾ വിലക്ക് വാങ്ങുന്നവരായി പോകും. അല്ലാഹു തആല നമ്മളെല്ലാവരെയും കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കുന്ന നല്ല മുത്തക്കിങ്ങളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതാരും വിമർശിക്കാനല്ല, ഇതാണ് ഇന്നത്തെ അവസ്ഥ. നമ്മുടെ പണ്ഡിതന്മാർക്ക് മനസ്സിലാക്കണം. ആരെ പിന്തുടരുന്നു എന്ന് അള്ളാഹിനെ ഭയപ്പെടുന്നവർ ചിന്തിച്ച് തീരുമാനിക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക. നിങ്ങൾ അഭിപ്രായം എന്താണ് നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.